നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ അപ്പുറത്ത് കുക്കർ ഇരുന്ന് വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ചീനച്ചട്ടിയിൽ കിടന്ന് തിളയ്ക്കുന്നത് വെള്ളം കേട്ടോ. വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പറ്റി സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ചൂടായതിന് ശേഷം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. സവോളയൊന്നും ചേർത്ത് കൊടുക്കരുതേ, ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. നന്ന് മൂപ്പിച്ചെടുക്കുക. അത് വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് എന്തോരം വേണമെന്നനുസരിച്ച് അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇവിടെ എരിവ് വിരോധികളാണുള്ളത്. ഇനി നമുക്കൊന്ന് ഇളക്കി കാശ്മീരി ചില്ലി പൊടിച്ച് വെച്ചതാട്ടോ, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടികളും നമ്മൾ ഇട്ട് കൊടുത്ത ചില്ലി ഫ്ലക്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് മൂത്ത് തന്നെ വരെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അധികം സമയം എടുക്കില്ല കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വൻപയറില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ അകത്ത് വേവിച്ചെടുത്താൽ കേട്ടോ. എല്ലാം കൂടി ഒന്ന് എല്ലാ ഭാഗത്തും എത്താൻ അതിന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ട താമസമുള്ളൂ. നമ്മുടെ വൻപയർ ഒലത്തിയത് ഇവിടെ റെഡി ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റാട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ ആയാലും പുട്ട് കഴിക്കുമ്പോൾ പുട്ടിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മിക്കവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും പയർ ഒലത്തുക, പക്ഷേ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാട്ടോ. നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ ഒലത്തി കഴിക്കുന്നത്.